എല്ലാവർക്കും നമസ്കാരം. ഞാൻ രജു കണ്ണങ്ങാട്. ഞാൻ അക്രമകാരികളായ തെരുവുനായ്ക്കൾക്കെതിരെ ഇവിടെ നിന്നാണ് നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസാണ് 8 മണിയായിട്ടുള്ളൂ, തുറന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പരാതി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് പഞ്ചായത്തിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു വിവരാവകാശം വെച്ചിട്ടുണ്ട്. MLAക്ക് നേരിട്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ MP ക്കും മുഖ്യമന്ത്രിക്കും ഓൺലൈനിലായിട്ട് അക്ഷയ വഴി, വെങ്കിടങ്ങ് അക്ഷയ വഴിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഇന്ന് രാത്രി 9:30 ഷാർജയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ, എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം പരാതികളും കാര്യങ്ങളും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് മുല്ലശ്ശേരി പഞ്ചായത്തിലെ സെക്രട്ടറിയെ കണ്ടിരുന്നു. എന്തായി ഞാൻ തന്ന പരാതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യും, അത് മീറ്റിംഗ് വെക്കും. അടുത്ത ആഴ്ച 10 ദിവസത്തിനുള്ള മീറ്റിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ഒന്നും ആയില്ല വെച്ചപ്പോൾ ഒന്നും ആയിട്ടില്ല. എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മുല്ലശ്ശേരി പഞ്ചായത്തിലെ സെക്രട്ടറി പറഞ്ഞത്. പ്രസിഡൻറ്റിനോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പ്രസിഡൻ്റ് അടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ പ്രസിഡൻറ്റിനോട് ചോദിച്ചു എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു അത് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അതിന് 10 സെൻറ്റ് സ്ഥലം വേണം, കാശ് ചെലവുണ്ട്, കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള മുല്ലശ്ശേരി പഞ്ചായത്തിലെ എല്ലാ ക്ലബ്ബുകളെയും സാമൂഹിക പ്രവർത്തകരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും പൊതു സാമൂഹിക പ്രവർത്തകരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ആ മീറ്റിംഗ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കാം, അല്ലാണ്ട് പെട്ടെന്ന് നടപടിയാവില്ല. ഈ ചാവക്കാടാണ് ഷെൽട്ടർ വരാൻ ഉദ്ദേശിക്കുന്നത്, ഷെൽട്ടർ വന്നിട്ടില്ല, അങ്ങോട്ട് അയക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഒരു ഷെൽട്ടർ എന്തോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4-5 ദിവസം മുന്നേ ഞാൻ കണ്ടു. അപ്പോൾ ഞാനതിന് സംസാരിച്ചു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് അതൊക്കെ വെറുതെ പറയുകയാണ്, അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല, അത് വെറുതെ നുണ പറച്ചിൽ മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയും. ഞാൻ ഫേസ്ബുക്കിൽ നാട്ടിലെ ജനങ്ങളിലേക്ക് ലൈവായിട്ട് എത്തിക്കുമെന്നൊക്കെ പറഞ്ഞത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇന്നലെ മിഞ്ഞാന്ന് പറമ്പന്തൂർ സ്കൂളിലെ ഒരു കുട്ടിയെ നായക്കടിച്ചിട്ടുണ്ട്. അത് പറമ്പന്തൂർ സ്കൂളിന് പുറത്ത് തന്നെയുള്ള ഒരു കൂട്ടിലതിന് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന് ഒരു ബിസ്ക്കറ്റ് മേടിച്ചു, അതിന് വിശന്നിട്ട് കുത്തിരിക്കണം. ഞാൻ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്തിട്ടാണ് വന്നത്. നായ്ക്കളെല്ലാവരും നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. എൻ്റെ വീട്ടിലും തെരുവ് നായ ഒരു നാടൻ നായനെ ഞാൻ വളർത്തുന്നത് ഒരു 4 കൊല്ലം. അപ്പോൾ ഇതിനെതിരെ മുല്ലശ്ശേരിക്കാർക്ക് വേണ്ടി മാത്രമല്ല, അത് കേരളത്തിലെ മൊത്തം പ്രശ്നമാണ്. തിരുവനന്തപുരത്തൊക്കെ VV രാജേഷ് ഷെൽട്ടറൊക്കെ പണിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് മുല്ലശ്ശേരി പഞ്ചായത്തിലും ചെയ്യാനൊക്കെ സാധിക്കും. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡ് പണിയാൻ 4 കാലിന്മേ ബസ് സ്റ്റാൻഡ് പണിയാൻ 10 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ പാസ്സാക്കുന്നത്. ആരെ ഫണ്ടായിക്കോട്ടെ. വീട് പണിയാൻ 3.5 ലക്ഷം 4 ലക്ഷമൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് പണി എത്ര ലക്ഷം വേണ്ടി വരുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതേപോലെയൊക്കെ ഫണ്ട് ഇറക്കുന്ന പൈസയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നായകളെ ഒരു കൂടൊക്കെ പണിത് സംരക്ഷിക്കാനും അല്ലെങ്കിൽ വന്യീകരണം ചെയ്യാനും ഷെൽട്ടറൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട്. അവിടുത്തെ വേസ്റ്റ് എടുക്കാൻ തന്നെ പോയാൽ മതി. നായകൾക്കുള്ള ഭക്ഷണം കിട്ടും ചെയ്യും. അതേപോലെ അവർ നമുക്ക് ഫണ്ടും തരും, വേസ്റ്റ് ഗുണമുള്ളത്. അപ്പോൾ അവരുടെ ശമ്പളമായി. അങ്ങനെ പല രീതിയിലും നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും. ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഒരു 10 സെൻറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നടക്കും. ഈ നമ്മുടെ അടാട്ട് പഞ്ചായത്തൊക്കെ 1, 2, 3 പ്രാവശ്യം കേരളത്തിലെ നമ്പർ 1 പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ മുല്ലശ്ശേരി പഞ്ചായത്ത് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. അതല്ല നായസ്നേഹം മൃഗസ്നേഹമൊക്കെ തോന്നിയിട്ട് എന്നെ തെറി